ഹലോ. യെസ്, മക്ഫേഴ്സൺ ഹിയർ. എപ്പോ? ജാമ്യം കിട്ടിയില്ലേ? എസ്റ്റേറ്റിലെ കാര്യം വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഓ, ഐ സീ. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. വണ്ടി എടുക്കുക. പരമോ, പരമോ, പരമോ എവിടെ? മുറിയിലുണ്ട്. വിളിക്കേ. അങ്ങോട്ട് ചെല്ലേ. എന്തോ കുഴപ്പമുണ്ട്. സാർ, എന്തിനാ വിളിപ്പിച്ചേ? എന്താ സാർ? എന്ത് പറ്റി സാർ? വരൂ. എന്റെ പരദേവതേ, ഇത് 1 കോടി രൂപയുണ്ട്. നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി. ആ റാസ്കൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. ഏത് നിമിഷവും ഇവിടെ റെയ്ഡ് ഉണ്ടാകും. അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റും. പറ്റില്ലെങ്കിൽ പറയേ. വെറും 2 മാസത്തേക്ക് മതി. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ പ്രതിഫലം തരും. ഞാൻ ചെയ്യാം സാർ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കും. ഉടനെ പുറപ്പെട്ടോളൂ. ഹോണ്ട കൊണ്ടുപോയാൽ മതി. ഏത് റൂട്ടിൽ പോകും? ചുരം കയറി പോകുന്നതായിരിക്കും നല്ലത്. പോലീസ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഏത് നരകത്തിലൂടെയും പോകും. ഈ പെട്ടിയും ജോണിയുടെ കൊടുക്കണോ? ഇത്രയും പണം ഒന്നിച്ച് കാണുമ്പോ അവൻ വല്ല ഏനക്കേടും ചെയ്താലോ? പിന്നെ എന്ത് ചെയ്യും? ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത്. പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാൽ മതി. അതാ നല്ലത്. സാറേ, ഈ കാവിൽ ജോണിയുടെ ഓഫീസ് ഇത് തന്നെയാണോ? മാനേജിംഗ് ഡയറക്ടർ ജോണിയല്ലേ? നേരെ അകത്തോട്ട് എന്നാ മതി. യെസ്, കം ഇൻ. നിങ്ങൾ വയ്ക്കും, ഞാൻ വിളിപ്പിക്കാം. യെസ് സർ. എടാ അളിയാ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വാ വാ വാടാ. സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല 1ാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വര? ഞാൻ പഴയ ജോണിയൊന്നുമല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്തുനിന്ന് പോയിട്ടില്ല. നിന്റെ യോഗം.
3 ഫോണാ? ഈ കാണുന്നൊന്നും എന്റെ മാത്രമാണ്, നിന്റെയും കൂടിയാണ്. അല്ല, നീ എന്താ ഒരു അറിയിപ്പില്ല? ഭൈമിക്ക് എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം? അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? അതൊക്കെ പോട്ടെ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം. 2 മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. കുറച്ച് രൂപയാ, 1 കോടിയുണ്ട്. 1 കോടിയോ? സായിപ്പിന്റെ വകയാ. സംഗതി ബ്ലാക്ക് മണിയാ. ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ. എന്റെ പൊന്നു പരമു, 1 കോടിയല്ല 10. 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ടില്ല. പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. നമുക്കിവനെ അവിടെ ഒതുക്കാം. എടാ പരമുവേ, നീ അറിയോ ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയെ? എനിക്കറിയത്തില്ല. ഞാനും അറിയത്തില്ല. പക്ഷെ ആ നാറ് വിചാരിച്ചാ പോലും ആ രൂപ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നല്ലേ ഇൻകം ടാക്സ്. ജോണി, ഞാൻ പോന്നു. സമയം പോയി. ഞാൻ ഇന്നലെ സായിപ്പ് മേടിക്കും. എവിടെപ്പാ? സംഗതി ഒന്നും ആയിട്ടില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സാധനം തൊട്ടടുത്ത മുറിയിലുണ്ട്. എന്ത് സാധനം? കിളി, ചെറുകിളി, നല്ല 1ാം ക്ലാസ് പൈങ്കിളി. ഏതാണ് സാധനം? അതൊക്കെ ഉണ്ടടാ. എന്നാ അളിയൻ പോയി ഉപ്പ് നോക്കിട്ടോ, ഞാൻ 2 പെഗ് കൂടെ അടിക്കാം. അയ്യോ, ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, പാകത്തിന് മസാല, പിന്നെ ലേശം മധുരവും. ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാ മതി. ശരി. പിന്നെ അളിയാ, ഒരു മയത്തിനൊക്കെ വേണം. പിന്നെ നിന്റെ കിളിയല്ലടാ. എന്റെ കിളിക്ക് കുഴപ്പമൊന്നും വരത്തല്ലേ?